ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം, യേശുവിനെ വിറ്റ് കാശുണ്ടാക്കുന്നവന്മാരൊക്കെ അനുഭവിക്കും. യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുക, അതൊരു നല്ല കാര്യമാണ്. ഒറ്റുകാരി യുദാസൻ ചെയ്തത് യേശുവിനെ മറ്റൊരു സംഘത്തിന് നൽകി. യുദാസിന് അവിടെ അല്പം കാശും കിട്ടി. അപ്പോൾ ഇതുപോലെ നിരവധി പേർക്ക് പറ്റിപ്പോകുന്നുണ്ട്. ആത്മീയ ശുശ്രൂഷ മേഖലയിൽ കാശ് എന്ന് ലക്ഷ്യം വെച്ചാൽ അവിടെ എല്ലാം തകർന്നു. അവിടെ എല്ലാം ഒറ്റുകാരൻ്റെ അരൂപി അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പറയേണ്ടത് പറയാം. കത്തോലിക്ക പട്ടിപ്പാതിരിമാരുടെ വേശ്യാവൃത്തി ഒന്നും നീ കേട്ടിട്ടില്ലേ? ആണുങ്ങൾ അച്ഛന്മാർ വേശ്യാവൃത്തിക്ക് പോകുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ പെണ്ണുങ്ങളെ കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്? കത്തോലിക്ക സഭയിൽ സ്ത്രീ പൗരോഹിത്യം ഇല്ല. അപ്പം എങ്ങനെ ഈ പണി? അപ്പം സ്കറിയക്കൊരു തെറ്റുപറ്റി. സ്കറിയ സമീപിക്കാറുള്ള ആരോ പറഞ്ഞു താനൊരു കത്തോലിക്ക പാതിരിയാണെന്ന്. അവർ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്നും ഇന്ത്യൻ പ്രസിഡൻ്റാണെന്നോ അമേരിക്കൻ പ്രസിഡൻ്റാണെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള മാനസിക ദൗർബല്യമുള്ളവരും ഉണ്ടാകും ഈ കൂട്ടര്. പിന്നെ അവരൊന്നും സമീപിക്കരുത്, മോശമാണ്. എന്തോ കടുത്ത പക ഉള്ളിൽ വെച്ചിട്ട് ഏതോ ഷാപ്പിയിരുന്ന് എഴുതിയത് മറ്റാണ്. ഭാഷ കേട്ടാലറിയാം. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ എഴുതുമ്പോഴും ഒക്കെ നമ്മുടെ സംസ്കാരം മനസ്സിലാവും. അത് പുറത്തറിഞ്ഞ മോശമാണ്. അതുകൊണ്ട് പരമാവധി സ്കറിയ മൗനം പാലിക്കുക. മൗനം വിദ്വാന് ഭൂഷണം. അത് ആരോഗ്യത്തിനും ദീർഘായുസിനും നല്ലതാണ്. ഓക്കെ. ഇന്ന് വരെയും ഒരു കത്തോലിക്ക ധ്യാനഗുരുവും പെന്തക്കോസ്ത് നേതാക്കളെ വിമർശിച്ച് പ്രസംഗം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടാറില്ല, ധ്യാനത്തിലും പ്രസംഗിക്കാറില്ല. ആരും ആരുടെയും കുറ്റം പറയരുതല്ലോ. ഏത് മതക്കാരും എന്തും പറഞ്ഞു കൊള്ളട്ടെ, നമ്മൾ അവരെയൊന്നും കുറ്റം പറയരുതല്ലോ. കുറ്റം പറയുന്നതൊന്നും പരിശുദ്ധാരൂപിയല്ലെന്ന് ഈ കഴിഞ്ഞ കാലത്ത് കത്തോലിക്ക സഭയെ വളർത്തിയ നിരവധി പുണ്യവാന്മാർ, വേദപാരംഗതരെന്ന് ഡോക്ടർ ഓഫ് ചർച്ച് എന്ന് വിളിക്കപ്പെടുന്ന വേദപാരംഗതർ, ഓരോ പാഷാണ്ഡതകൾ ഓരോ കാലഘട്ടത്തിൽ കുമിഞ്ഞുകൂടിയപ്പോൾ അതിനെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയവർ, അവനും ആ പാഷണ്ടി പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ പാഷണ്ടി തെറ്റാണ് പഠിപ്പിക്കുന്നത്, പിശാചിൻ്റെ ദൂതനാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് എത്ര പുണ്യവാന്മാരാ. അവരെയൊക്കെ പുണ്യവാന്മാരെ സഭ വിളിക്കുന്നത് വെറുതെയാണോ? ജീവിതകാലം മുഴുവൻ ഈ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ വിമർശിക്കുക മാത്രം ചെയ്ത മഹാപണ്ഡിതന്മാരെയൊക്കെ വിശുദ്ധരെന്ന് സഭ വിളിച്ചത് വെറുതെയാണോ? നിലപാടിൽ ഉറപ്പുള്ളവൻ അത് പറയും, അതിനെതിർക്കുന്നതിനെ വിമർശിക്കും. ഉറപ്പില്ലാത്തവൻ തട്ടുമുട്ടി അങ്ങ് പോകും. അവനെന്തെങ്കിലും ഭക്തി പ്രസ്ഥാനമായിട്ട് അവനെന്തെങ്കിലും കാര്യസാധ്യമൊക്കെ മതി. ജ്ഞാനത്തിൽ ശ്രദ്ധയില്ല, നിലപാടിൽ ഉറപ്പില്ല. അങ്ങനെ ആയിരിക്കരുത്. കൃത്യമായി പറയേണ്ടത് പറയണം. പെന്തക്കോസ്ത് ഉപദേശം ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ് എന്ന് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് താങ്കൾ ദൈവിക ഉപദേശങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തി തന്നെയാണെന്ന്. അപ്പോൾ ഞാൻ ദൈവിക ഉപദേശങ്ങളൊന്നും അറിയില്ലാത്തൊരു വ്യക്തിയാണെന്ന് അയാൾക്ക് ഉറപ്പായി. കാരണം എന്താ? പെന്തക്കോസ്ത് ഉപദേശത്തെ വിമർശിക്കുന്നത് കൊണ്ട്. അങ്ങനെ ധരിച്ചോട്ടെ, എനിക്കത് വിഷമമൊന്നുമില്ല. കാരണം എന്താ? കത്തോലിക്ക സഭയിൽ, കേരളത്തിലെ മാത്രമല്ല ആഗോളതലത്തിലുള്ള കത്തോലിക്ക സഭയിലെ വലിയ പണ്ഡിതർ, നൂറ്റാണ്ടുകളായി സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതരെ, അങ്ങനെയുള്ള മഹാവിശുദ്ധരെ പോലും ദൈവിക ഉപദേശമൊന്നും അറിയില്ലാത്തവരുടെ പെട്ടികയിലല്ലേ ഇവർ പെടുത്തിയിരിക്കുന്നത്.